വിഷുവിന് സദ്യ ഇലയിൽ കഴിക്കണം എന്ന് കേട്ടിട്ടുണ്ടോ? അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പോൾ കണ്ടോണം, ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും അടിഭാഗം ഇത് കണ്ടോ, സ്റ്റെല്ലിൻ്റെ അടി തുണി വിരിച്ചിരുന്ന സ്ഥലമാണ്. ഇവിടുന്നാണ് നമുക്ക് പറമ്പിലോട്ടൊക്കെ കയറുന്നത്. നോക്കിക്കോ ആരാ പറമ്പിൽ കയറിയിരിക്കുന്നതെന്ന്. സ്വാതി മമ്മിയും കൂടെ. അപ്പം മമ്മിയും കൊച്ചുമോനും കൂടാണ് ഇല കണ്ടിരിക്കുന്നത്. സ്വാതി ബി കെയർഫുൾ. മമ്മി സൂക്ഷിച്ചേ. ഫൈനലി വി ഗോട്ട് വൺ. മതി മതി. കമൻട്രി ഗൗതമിയുടെ വകയാണ് കേട്ടോ. നല്ല രസമാണ്, നമുക്ക് കേൾക്കാം. ഒറ്റൊരു വാഴയുണ്ട് വീടിൻ്റെ. മമ്മി സൂക്ഷിച്ചു. മമ്മി എങ്ങോട്ടാ വരുന്നേ? ഇങ്ങോട്ട് വേണോ? തിരിച്ചിറങ്ങാൻ പാടോ? അതെയോ ബ്ലോഗ് ഓഫ് ഇടാ സ്വാതി. നീ മമ്മിനെ പിടിച്ചേ. കുഴപ്പമില്ല, ബ്ലൂ പല്ല അടിയാം. തുടക്കം തന്നെ ഒരു പായസം വെക്കാനുള്ള തയ്യാറെടുപ്പ് കേട്ടോ. ഒരു റെഡിമെയ്ഡ് കിട്ടത്തില്ലേ ബോക്സിൽ, അതാണ് ഈ പ്രാവശ്യം. നോക്കാം, സേമിയ തന്നെയാണ് കേട്ടോ. പാലൊക്കെ വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൈറ്റായിട്ട് വേണം ഉണ്ടാക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കുറുകി പോകത്തില്ലേ. പാലട മിക്സ് ഇതിനു മുമ്പ് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. പാൽപ്പായസത്തിൻ്റെ ആദ്യമായിട്ട് മേടിക്കുന്നത്. ബ്രാഹ്മിൻസ് നല്ല ബ്രാൻഡല്ലേ, നോക്കാം. ഗൗതമിയാ അതിന് ഓരോന്ന് കണ്ട് പഠിക്കുവാന്ന് തോന്നുന്നു. സെൽഫ് കുക്കിംഗ് ഒക്കെ ഇനി വേണ്ടതല്ലേ നാളെ, അതിനായിരിക്കും. ഇലക്കാർ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ബാക്കിയെല്ലാം റെഡിയായി. ലാസ്റ്റാ പായസം വെക്കുന്നത്. സമയമുണ്ട്. വിഷുവിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ, അത് കട്ട് ചെയ്ത് വെക്കണേ കേട്ടോ. അല്ലാണ്ട് കഴിക്കേ, വായിൽ തൂക്കി വെച്ചേക്ക്. അങ്ങനെ കഴിക്കുക ഇല്ല. ഇല ഉണ്ടല്ലോ സദ്യ ഉള്ളുന്ന്. അത് ഞാൻ ഫ്രൂട്ട്സിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വെച്ചിട്ട് വേണം ഇതെടുക്കാം, ഇപ്പൊ കാണിച്ചെടുക്കാൻ. ഏയ് കുഴപ്പമില്ല. അപ്പം നമ്മുടെ പാലിതേ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പായസം മിക്സ് ഇങ്ങോട്ട് എടുക്കാം, സേമിയയുടെ. എന്നിട്ട് അത് ഇതിലേക്ക് ഇടാം. അല്ല, അപ്പോൾ മറ്റേ നട്ട്സ് ഒക്കെ ഇപ്പം തന്നെ ഇടാനോ? അതിനകത്ത് ഉണ്ട് ഫുൾ, അങ്ങനെയാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടുണ്ടാ? അത് ഹാഫ് കുക്ക്ഡൊക്കെ ആയത്. ഓക്കെ. ഷുഗർ എക്സ്ട്രാ ആഡ് ഉണ്ടായിരിക്കും അല്ലേ? ഷുഗർ ഇതിനകത്തെ കൂടുതൽ ആവാതിരുന്നാൽ ഈവൻ ഇതുമുണ്ട്. ഞാൻ പറഞ്ഞു മിക്സാ, എന്തായാലും വരുന്ന ചവ്വോ എന്താണ് പറഞ്ഞത്? ചവ്വ ചവ്വരി ചവ്വരി അല്ലടി, മറ്റേ ഏലക്കായും എല്ലാം. എൻ്റെ അടുത്തുണ്ടാവും. അത് പൊങ്ങി കിടക്കുന്ന ഒരു കക്ക തരി പോലെ മണ്ണില്ലേ, ഏലക്കയുടെ. ഇളക്കിക്കും. മമ്മി ആ ഇല കൊണ്ട് സ്വാദിക്ക് കഴിക്കാൻ പറ്റുന്നത്. മമ്മി അത് ഇളക്കി വെച്ചു. അതെ, അച്ഛൻ ചെറിയൊരു ഇല കൊണ്ടുവന്നായിരുന്നു.
അതുണ്ടോ ടെസ്റ്റിംഗ് എടുത്തായിരുന്നു അത് നോക്കിയാൽ മതി. നമ്മുടെ ആ വെള്ളം എടുക്കുന്ന ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാൻ ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മാറ്റി അറിയില്ല കുഴപ്പമില്ല. യെസ് നേരത്തെ അല്ലല്ലോ. അതിപ്പോൾ സദ്യ കഴിക്കുമ്പോഴും പായസം കുടിക്കുമ്പോഴും ഒക്കെ നല്ല പ്രസന്ന ഭാവമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇതൊരു ക്ലീനിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അന്നേരം നമ്മുടെ മുഖത്ത് നവരസങ്ങൾ ഇങ്ങനെ വിടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ ഭാവങ്ങളും നമുക്കപ്പോൾ കാണാൻ പറ്റും. ആരെങ്കിലുമൊക്കെ വാശിയുണ്ടെങ്കിൽ അവിടെ നമുക്ക് തീർക്കാം. സിങ്കിനകത്ത് ക്ലീൻ ചെയ്തല്ലേ പറ്റൂ. ആരും ഒന്നും ക്ലീൻ ചെയ്ത് തരത്തില്ലല്ലോ. ഇന്നത്തെ അധ്വാനം കഴിഞ്ഞു കേട്ടോ. പോരെ, ബൈ.